welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇളം ചൂടുവെള്ളം ഒരു 2 കപ്പ് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മിക്സി അത്യാവശ്യം വലിപ്പമുള്ള കാരണമാണ് കേട്ടോ ഇത് ഒറ്റ തവണയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ മിക്സിയുടെ ജാറൊക്കെ ചെറുതാണെങ്കിൽ ഒരു പാത്രത്തിൽ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം 2 ട്രിപ്പായിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇത് ഇളം ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കണ കാരണം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇനി സാധാ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം ചെയ്തെടുത്താൽ നമുക്ക് രാവിലെ ആകുമ്പോഴും പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതും കൂടി നമ്മുടെ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മാവ് കുറച്ച് കട്ടിയുള്ള കാരണം മിക്സിയിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 2.5 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കിയപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഉണ്ടാക്കി തുടങ്ങാം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലും ഉണ്ടാക്കാം കേട്ടോ. ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇരുമ്പ് ചട്ടി ഇപ്പോൾ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കുമ്പോൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വേണം കേട്ടോ എടുത്തു വെക്കാൻ. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇരുമ്പ് ചട്ടി നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ കുറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ശരിയായി കിട്ടും കേട്ടോ. എല്ലാ ടൈമും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ എന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഹോൾസൊക്കെ വന്നതിന് ശേഷം ഇനി ഇതൊന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി നോൺ സ്റ്റിക്ക് ചട്ടിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ മെല്ലെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഹോൾസൊക്കെ വന്നതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. വർക്കിംഗ് ഡേയ്സിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം പറ്റാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
പക്ഷേ അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പത്തിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്നവർക്ക് ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പം നന്നായിരിക്കും. സോഫ്റ്റ് പാലപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ചട്നിയോ അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടാറ്റോ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ബീഫ് കറിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതിലിപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന കാരണമാണ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കാം. രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ കയറിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.